ആട് 3 എന്ന് പറയുന്ന സിനിമ OTT-യിൽ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ വാഴ 2 എന്ന് പറയുന്ന സിനിമ 250 കോടി നേടുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നിയിരിക്കുകയാണ്. അപ്പോൾ അതും ഈ വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് നായകനാവുന്ന റൺവേ 2 എന്ന് പറയുന്ന സിനിമ സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അത് വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് കേൾക്കാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ എല്ലാവരും മറക്കരുത്. അപ്പോൾ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഷാജി പാപ്പനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ആട് 3 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്ന് എന്തായാലും വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കാത്തിരിക്കുന്നത് ആട് 3 എന്ന് പറയുന്ന സിനിമ OTT-യിൽ എപ്പോൾ വരുന്നതെന്നായിരിക്കും. ആദ്യം തന്നെ ആട് 3 എന്ന് പറയുന്ന സിനിമ ഏത് OTT പ്ലാറ്റ്ഫോമാണ് വാങ്ങിയിരിക്കുന്നതെന്ന് അറിയണ്ടേ? അതെ, C5 ആണ് ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിയിട്ടുള്ളത്. സിനിമ എപ്പോൾ OTT-യിൽ വരുമെന്ന കാര്യത്തിൽ ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും മെയ് മാസത്തിന്റെ പകുതിയോടെ ആട് 3 എന്ന് പറയുന്ന സിനിമ OTT-യിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആദ്യ ആഴ്ച തന്നെ മെയ് മാസം വരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു കൊള്ളട്ടെ. ഇതാണ് ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ OTT-യിലെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ. മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ ഗംഭീര റെസ്പോൺസുമായി ഇപ്പോഴും തിയേറ്ററുകളിൽ റൺ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അതിനെ പ്രതീക്ഷിക്കുന്നത്ര കളക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിലും സിനിമ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്ന് വരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 28 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഒരു 35 കോടി രൂപയാണ് ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് മോഹിനിയാട്ടം എന്ന സിനിമയിലെ കളക്ഷൻ വിവരങ്ങൾ. അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ നിലവിലെ ഇൻഡസ്ട്രി ഹെഡ് അടിക്കാൻ സാധ്യതയുള്ള സിനിമയാണല്ലോ വാഴ 2 എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ 250 കോടി അടിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. ആ സംശയം ഇന്ന് തീർക്കുന്നതായിരിക്കും. 250 കോടി അടിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അടിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. 300 കോടി എന്തായാലും അടിക്കില്ല. പക്ഷെ 250 കോടി അടിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ സാധ്യത വളരെ കുറവാണ്. ഇനി ഏപ്രിൽ 24-ാം തീയതി തെലുങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന രീതിയിലായിരിക്കും വാഴയ്ക്ക് 250 കോടിയിലോ അല്ലെങ്കിൽ 300 കോടിയിലോ എത്താനുള്ള ചാൻസ്. തെലുങ്കിൽ നിന്ന് നല്ല റെസ്പോൺസും കളക്ഷനും കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 250 കോടി റേഞ്ചിലെങ്കിലും എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്തിരുന്നാലും വാഴ 2 എന്ന് പറയുന്ന സിനിമ വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മൾ ഏറെ നാളുകളായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണല്ലോ റൺവേ 2 എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ എപ്പോൾ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് റൺവേ 2 എന്ന് പറയുന്ന സിനിമ ഉറപ്പായും സംഭവിക്കുമെന്ന രീതിയിൽ ഈ അടുത്തൊരു റൂമറുകൾ പറഞ്ഞതാണല്ലോ. ആ റൂമറുകൾ ഇപ്പോൾ വളരെ ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ നല്ല അടിപൊളി ശക്തമായ റൂമറുകളാണ് വരുന്നത്. റൺവേ 2 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ അവസാനം ആരംഭിക്കുമെന്ന് നമ്മൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞതാണ്. അത് ശരിവെക്കുന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിലുള്ള റൂമറുകളാണ് വരുന്നത്. എന്തായാലും സംഭവിക്കട്ടെ, നല്ലൊരു സിനിമയായി വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. നമ്മൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും ഈ ചാനലിലുള്ള വേറെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബൈ ബൈ.